ബാറ എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ വൈറ്റ് ബോർഡ് എന്ന എൻ്റെ ബ്ലോഗ് വായിച്ചിട്ടുള്ളവർ ചിലപ്പോൾ അറിയുമായിരിക്കും ബാറ എന്നത്. ഇത് ബൈബിളിൽ നിന്നെടുക്കുന്നതാണ്. ആ ബാറ എന്നതിലേക്ക് ഞാൻ വരികയാണ്. ഏവർക്കും സ്വാഗതം, ഏവർക്കും ഈശോമിശിഹായ്ക്ക് ഏവർക്കും നമസ്കാരം. ബാറ എന്നത് ഇല്ലായ്മയിൽ നിന്നും വസ്തുക്കൾക്ക് അസ്തിത്വവും നൽകുന്ന ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെ സൂചിപ്പിക്കുന്ന പഴയ നിയമഗ്രന്ഥത്തിൽ ഉപയോഗിച്ച ഒരു ഹിബ്രു പദമാണ്. ഇതിനെ 3 പ്രാവശ്യമാണ് ബൈബിളിൽ ഉപയോഗിച്ചത് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, സൃഷ്ടികർമ്മത്തിലാണ്. വേർതിരിക്കുക, നിർമ്മിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. തീരെ സുപ്രധാനമായ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള വേടാണ് ബാറ എന്നത്. പ്രകാശിന്റെ സൃഷ്ടിയിലും മൃഗങ്ങളുടെ സൃഷ്ടിയിലും മനുഷ്യന്റെ സൃഷ്ടിയിലും മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രകാശിന്റെ സൃഷ്ടിയിലും മൃഗങ്ങളുടെ സൃഷ്ടിയിലും മനുഷ്യന്റെ സൃഷ്ടിയിലും മാത്രമാണ് ബാറ എന്നത്. ഞാൻ ആ ബ്ലോഗ് ചെയ്തതിന്റെ ഒരു കാരണമുണ്ട്. ചില ട്രോളുകൾ കണ്ട് ആ ട്രോളുകളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഇതാണ്: 1-ാം ദിവസം ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു, എന്നാൽ 4-ാം ദിവസമാണ് ആകാശഗോളങ്ങളായ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? സൂര്യന്റെ പ്രകാശമാണ്, ചന്ദ്രന്റെ പ്രകാശമാണ്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഒരു ഗോളമല്ല, സൂര്യന്റെ റിഫ്ലക്ഷനിലൂടെയാണ് അത് പ്രകാശിക്കുന്നത്. അപ്പോ ഈ 1-ഉം 4-ഉം തമ്മിലുള്ള വ്യത്യാസവും 1:4 എന്താണെന്നതിൻ്റെ ചരിത്രത്തിലേക്കും അതിന് സാങ്കേതികതയിലേക്കും സയൻസ് പരമായ കാര്യത്തിലേക്കുമാണ് ഞാൻ എത്തുന്നത്. അതിലേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാണ്. സംശയത്തിന് വേണ്ടിയല്ല, സംശയ നിരാകരണത്തിന്. അത് വ്യക്തതയുണ്ടോ എന്നറിയില്ല. കുറെ പഠനങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത്. വിശുദ്ധ ബൈബിളിൽ 1-ാം ദിവസം വെളിച്ചത്തെ സൃഷ്ടിച്ചു, എന്നാൽ ഭൂമിയിൽ വെളിച്ചം തരുന്ന സൂര്യനെ സൃഷ്ടിച്ചതോ 4-ാം ദിവസമാണ്. ഇതിൻ്റെ കാര്യകാരണ സഹിതം നൽകാൻ ശ്രമിക്കട്ടെ. ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളും, അതായത് പഴയ നിയമത്തിലെ 46-ഉം പുതിയ നിയമത്തിലെ 27-ഉം കൂടുമ്പോഴാണ് 73 പുസ്തകങ്ങളാകുന്നത്. അവ ദൈവനിവേശിതങ്ങൾ തന്നെയാണ്. ആദ്യം 45 പുസ്തകങ്ങളായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. കാരണം വിലാപങ്ങളും ജെറമിയായും ഒരു ബുക്കായിരുന്നു. അതിനുശേഷമാണ് ജെറമിയയിൽ നിന്ന് വിലാപങ്ങൾ മാറ്റിയത്. അതുകൊണ്ടാണ് 46-ഉം പുതിയ 27-മായി 73 പുസ്തകങ്ങൾ വന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താലും നിരന്തര സഹായത്താലും രചിക്കപ്പെട്ടത് കൊണ്ടാണ് ബൈബിൾ ദൈവനിവേശിതം എന്ന് പറയുന്നത്. ബൈബിൾ ദൈവവചനമാണ്. മനുഷ്യരക്ഷയ്ക്കായി ദൈവം നൽകുന്ന സന്ദേശമാണ് അതിൽ നിറച്ചിരിക്കുന്നത്. ഇത് തെറ്റുകൂടാതെയും പൂർണ്ണമായും എഴുതാൻ ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയും അവർക്ക് ബുദ്ധിയും പ്രചോദനവും പ്രകാശവും നൽകി. എന്നാൽ അവർ യാന്ത്രികമായിരുന്നില്ല. കാല സാഹചര്യത്തിലും സാംസ്കാരികവും സാമൂഹ്യവും സാഹിത്യപരവും ശൈലീപരവുമായ സവിശേഷതകൾ സമന്വയിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശം തെറ്റുകൂടാതെ എഴുതാനുള്ള കൃപാവരം ദൈവത്തിന്റെ ആത്മാവ് നൽകി, അതായത് പരിശുദ്ധാത്മാവ് നൽകി. അങ്ങനെ ദൈവവചനം മനുഷ്യന്റെ വാക്കുകളിൽ ലിഖിതമായി. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ശൈലി മാറിയില്ല. അതല്ലെങ്കിൽ സുവിശേഷങ്ങൾ 4 പേര് എഴുതിയ 4ഉം ഒരുപോലെ ഇരുന്നേനെ അല്ലേ? ബൈബിളിൽ 73 ബുക്കും ഒരുപോലെ ഇരുന്നേനെ, വ്യത്യസ്തത ഉണ്ടാവില്ലായിരുന്നു. ഒരേ ശൈലിയായിരുന്നേനെ. അവരെഴുതുന്നത് വ്യത്യസ്ത ശൈലി, അവരുടെ സംസ്കാരങ്ങളോട് യോജിച്ച ആ
രാജ്യങ്ങളോട് യോജിച്ച, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് യോജിച്ച, ജീവിതചര്യകളോട് യോജിച്ച ശൈലികളായിരുന്നു ഓരോ എഴുത്തിലും ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 14 ലേഖനമല്ല എഴുതിയത്, 13 ലേഖനം എഴുതിയെന്നും പണ്ഡിതന്മാർ പറയുന്നത്. കാര്യം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യത്യസ്തമായ ശൈലി കണ്ടതുകൊണ്ടാണ്. ഞാൻ ഇതിലേക്ക് വരികയാണ്. അങ്ങനെ ദൈവവചനം മനുഷ്യന്റെ വാക്കുകളിൽ ലിഖിതമാവുകയാണ്. പ്രപഞ്ച സൃഷ്ടി ദൈവം പറഞ്ഞു കൊടുത്തതനുസരിച്ച് എഴുതിയത് തന്നെയാണ്. മോശയോട് എഴുതാൻ ദൈവം കൽപ്പിക്കുന്നത് ബൈബിളിൽ തന്നെ കാണാവുന്നതാണ്. അതിനും ചില മതങ്ങളുണ്ട്, അതായത് അഭിപ്രായങ്ങളുണ്ട്. മോശ എഴുതിയതല്ല, മറ്റൊരാൾ എഴുതിയതാണ്, അതിന്റെ കൂട്ടത്തിലുള്ളവർ എഴുതിയതാണ്. പല തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. മോശ 7 നാളുകളും, അതായത് പുറപ്പാട് പുസ്തകത്തിൽ 24 അധ്യായം 16 വാക്യത്തിൽ 40 രാവും 40 പകലുകളും, പുറപ്പാട് പുസ്തകം 24 അധ്യായം 18 വാക്യത്തിലും പുറപ്പാട് പുസ്തകം 34 അധ്യായം 38 വാക്യത്തിലും ആയി 2 പ്രാവശ്യം ദൈവത്തോടൊപ്പം മലയിൽ ആയിരുന്നപ്പോൾ മോശയ്ക്ക് നൽകിയ അരുളപ്പാടുകളിൽ കൽപ്പനകളും ഇസ്രായേൽ ജനത കൈക്കൊള്ളേണ്ടതുമായ കാര്യങ്ങൾ മാത്രമാകില്ല നൽകിയിട്ടുള്ളത്. ചിലപ്പോൾ ഭാവിയെ പ്രവചിക്കുകയും മോശയ്ക്ക് മുമ്പായി നടന്ന പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയുമാകാനാണ് എന്ന് നമുക്ക് കരുതാവുന്നതാണ്. കാരണം ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ സാക്ഷിയായി ആരുമില്ല. അങ്ങനെയെങ്കിൽ ദൈവം നൽകിയ അറിവുകൾ തന്നെയാകണം പ്രപഞ്ച സൃഷ്ടിയും. 40 രാവും 40 പകലും മലയിലാകുമ്പോൾ നാം ചിന്തിക്കുക, 10 കൽപ്പനകളും അതിന്റെ വിശദീകരണങ്ങളും മാത്രമാകുമോ? ഒത്തിരി കാര്യങ്ങൾ മോശയുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടാവും ദൈവം. പ്രപഞ്ച സൃഷ്ടിയെല്ലാം അതിലൂടെ വന്നതാണ്. അങ്ങനെയാണ് മോശ എഴുതി എന്ന് പറയുന്നത്. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിലെ ദൈവാവിഷ്കരണം 21 രേഖപ്പെടുത്തിയതനുസരിച്ച് ക്രിസ്തുവിന്റെ തിരുശരീരങ്ങളെ വണങ്ങുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ ബൈബിളിനെയും സഭ വണങ്ങേണ്ടതും എന്നാണ് പറയുന്നത്. രക്ഷാകര ചരിത്രത്തിന്റെ കണ്ണുകളിലൂടെയും ഉൾക്കാഴ്ചകളിലൂടെയും ആകണം ബൈബിളിന്റെ വിശ്വാസ സത്യങ്ങളെയും ചരിത്ര സത്യങ്ങളെയും നോക്കി കാണേണ്ടതും എന്നുകൂടി ഞാൻ പറയുകയാണ്. ബൈബിൾ ഒരു സമ്പൂർണ്ണ ചരിത്ര പുസ്തകമായോ ശാസ്ത്ര പുസ്തകമായോ കാണേണ്ടതില്ല ആരും. അതും ശാസ്ത്രമായി കണക്ക് കൂട്ടേണ്ടതുമില്ല. ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ ബൈബിളിലെ പ്രപഞ്ച സൃഷ്ടിയെ നോക്കി കാണുകയും ചെയ്യരുത്. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ ആകണമെന്ന് മാത്രം ആ കാഴ്ച. വിമർശനത്തിനായോ വികലമാക്കുന്നതിനോ ആകരുതെന്ന് കൂടി ഓർപ്പിക്കട്ടെ. മൂലപദത്തിന്റെ അർത്ഥങ്ങൾക്ക് ചില മാറ്റങ്ങൾ, ചില തർജ്ജമകൾ വന്നിട്ടുണ്ടെങ്കിലും ആശയത്തിനും ആഖ്യാനത്തിനും ഒരു വ്യതിയാനവും വരുത്തി. ലോകത്ത് നമുക്ക് 7200-ലധികം ഭാഷകളുണ്ട്. അതിൽ പഴയ നിയമവും പുതിയ നിയമവും വന്നിരിക്കുന്നത് 760 ഭാഷകളാണ്. 1700-ലധികം ഭാഷകളിലാണ് പുതിയ നിയമം തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ചില പുസ്തകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 7000-നടുത്ത് ഭാഷകളിൽ തർജ്ജമ വന്നിട്ടുണ്ട്, അതായത് വ്യത്യസ്ത ബുക്കുകൾ. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ 760 ഭാഷകളിലാണ് സമ്പൂർണ്ണ ബൈബിൾ തർജ്ജമ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ മൂലപദത്തിന്റെ അർത്ഥങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷം പുതിയ POC ബൈബിൾ ഇറക്കി. ഗ്രീക്ക് മൂലങ്ങളുടെ ശരിയായ അർത്ഥങ്ങൾ വെച്ചുകൊണ്ട്. അതെ, ഇപ്പോഴും പല ബൈബിളുകളും തർജ്ജമ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗ്രീക്ക് പദത്തിന്റെ ശരിയായ മൂലപദം അല്ല എന്നത്. മുമ്പുള്ളവരാണ് ഇതൊക്കെ തർജ്ജമ ചെയ്തത്. ഇപ്പോൾ ഒരു പണ്ഡിതന്മാരുടെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. ബൈബിളിന്റെ ലക്ഷ്യം ഭൗതികമായതും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായ ശാസ്ത്രസത്യങ്ങളെ പഠിപ്പിക്കുകയല്ല, രചനാകാലങ്ങളിൽ നിലനിന്നിരുന്ന പ്രപഞ്ച സങ്കല്പങ്ങളുടെയും രചനാ രൂപങ്ങളുടെയും സഹായത്തോടെ
രക്ഷാകര ചരിത്രം അവതരിപ്പിക്കുകയും രക്ഷാമാർഗം നിർദ്ദേശിക്കുകയുമാണ് ബൈബിൾ ചെയ്യുന്നതെന്നറിയുക. BC 1500-നും AD 100-നും ഇടയിലാണ് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും രചന നിർവഹിച്ചതായാണ് അറിയപ്പെടുന്നത്. 10,000-കണക്കിന് പണ്ഡിതന്മാരിലൂടെ കടന്നുപോയ വിഷയമാണ് ബൈബിളിലെ പ്രപഞ്ച സൃഷ്ടിയും. ഇപ്പോഴും ഉണ്ട് ചിലരെങ്കിലും ആ വഴിയിൽ പോകുന്നവർ. കാരണം അവർ പറയുന്നു, ആദാമിന് ഹവ്വയ്ക്കും കൂടി 2 മക്കളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കായനും ആബേലും. പിന്നെ മറ്റുള്ള മക്കൾ എവിടെ ഉണ്ടായി? അവിടെ കാണുന്നു സേത്തും മറ്റുള്ള കുട്ടികളുടെയും പേരുണ്ട്. അപ്പോൾ പിന്നെ മക്കൾ എങ്ങനെ ഉണ്ടായി? അതായത് ഇതിന്റെ കാര്യങ്ങളെല്ലാം അവർക്കറിയാം, അത് എങ്ങനെയാണെന്നും അറിയാം. എന്നിട്ടും ഒരു മൂലച്യുതിയുടെ രീതിയിൽ അവർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഇങ്ങനെയായില്ലെന്ന്. അങ്ങനെയുള്ള ചില അബദ്ധമായ ചോദ്യങ്ങൾ ഉത്തരം കാണാനല്ല, ഉത്തരത്തെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയും വിഭജിക്കാൻ വേണ്ടിയും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ. അതല്ല പ്രപഞ്ച സൃഷ്ടി. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ബൈബിളിലെ പ്രപഞ്ച സൃഷ്ടിയും അവരിൽ ചിലരെങ്കിലും, അതായത് ബൈബിൾ പണ്ഡിതന്മാരിൽ ചിലരെങ്കിലും ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ബൈബിൾ വാദങ്ങളെ തള്ളിയിട്ടുമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 2 അധ്യായങ്ങളിലെ 2 വ്യത്യസ്ത പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയുള്ള വിവരണങ്ങളെ പറ്റി പറയാനും പഠിക്കാനുമാണെങ്കിൽ വളരെ നാളുകളാണ് നമുക്ക് വേണ്ടി വരുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിലും പറയാനുമാകും. POC ബൈബിളിൽ തന്നെ 1-ാം അധ്യായത്തിന് താഴെയുള്ള അർത്ഥസൂചനയിൽ സൂചിപ്പിക്കുന്ന ഒരു 1:6 എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ബൈബിളിലെ പ്രപഞ്ച സങ്കല്പം ബാബിലോണിയയിൽ നിലനിന്നിരുന്ന പ്രപഞ്ച സങ്കല്പത്തോട് സാമ്യമാണ്. ബൈബിളിലെ സൃഷ്ടി വിവരണം ഒരു സങ്കല്പമായി ഞാൻ പറയുന്നില്ല, അതൊരു വിശ്വാസ സത്യമാണ്. ഈ പ്രപഞ്ച വിവരണം മധ്യ പൗരസ്ത്യ ദേശത്ത് നിലനിന്നിരുന്ന ഇതിഹാസങ്ങളുടെ സാമ്യമുണ്ട്. വിവിധ മതങ്ങളിലും പുരാണങ്ങളിലും പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി വ്യത്യസ്തമായവയുണ്ട്. ശാസ്ത്രം നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന സത്യമാണെങ്കിൽ ബൈബിൾ നൽകുന്നത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനമാണെന്നറിയുക. ആ വാക്യം ഒന്നുകൂടി ശ്രദ്ധിക്കണം. ശാസ്ത്രം നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന സത്യമാണെങ്കിൽ ബൈബിൾ നൽകുന്നത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനമാണെന്നറിയുക. പ്രപഞ്ചം എന്നുണ്ടായിരുന്നോ അതിന്റെ ഘടന എന്താണെന്നോ വിവരിക്കുകയല്ല ബൈബിൾ ചെയ്യുന്നത്. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്. ആ വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയാണ് ബൈബിളിലൂടെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയിൽ 45,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ബോഡി ഒരു ഐസ് കട്ടയിൽ ഉള്ളിൽ നിൽക്കുന്നു. ഇപ്പോഴും ഒരു കേടുപാടുകൾ സംഭവിക്കാതെ. മീനുകളൊക്കെ നമ്മൾ വെക്കുന്ന ഫ്രിഡ്ജിലല്ലേ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ? അതെ, അതുപോലെ ആ മഞ്ഞിനടിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്നത്. 45,000 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈബിള് പഠിക്കുന്ന കുട്ടികള്, കാറ്റിസം പഠിക്കുന്ന കുട്ടികള്, അവര് നോക്കുമ്പോൾ എന്താണ്, 5,000 വർഷമല്ലേ ആയുള്ളൂ ഭൂമി സൃഷ്ടിച്ചിട്ട് ബൈബിൾ പ്രകാരം. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും കേട്ടോ. വിശ്വാസത്തിൻ്റെതാണ്, വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയാണ് ഞാൻ പറയുകയാണ്. ഇന്നത്തെ ശാസ്ത്രപഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പരസ്പര വൈരുദ്ധ്യത തോന്നാം. പണ്ടുള്ള പല സഭാവിശ്വാസികൾക്കും വിശ്വാസത്തിൽ എടുക്കാനാകാത്ത പല പ്രപഞ്ച സത്യങ്ങളും പിന്നീട് സഭ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പൊന്തിഫിക്കൽ സയൻസ് അക്കാദമി വഴി, വത്തിക്കാനിലെ പൊന്തിഫിക്കൽ സയൻസ് അക്കാദമി വഴി തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യമക്കൾക്ക് സ്വയം വെളിപ്പെടുത്തുന്ന സ്നേഹം തന്നെയാണ് ദൈവം. അത് ബോധ്യപ്പെടുത്തുകയാണ് മനുഷ്യരുടെ കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും. ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഞാൻ ഒന്ന് സയൻസിലേക്ക് വരികയാണ്. സൂര്യനിൽ നിന്ന് അടർന്ന ഭാഗം തീഗോളം. ഇപ്പോഴും സൂര്യനെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റില്ലല്ലേ? എത്രയോ പ്രകാശവർഷം ഇപ്പോഴത്തെ അടുത്ത് പോയാൽ പോലും നാം കത്തി ചാമ്പലാവും.
ആ തീഗോളം അങ്ങനെ ഒത്തിരി ശാസ്ത്രപരമായ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയുടെ രൂപവൽക്കരണത്തിനും പിന്നിലുണ്ട്. പറയുന്നത് ഭൂമിയിൽ അടർന്ന കഷ്ണമാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലവിധ രീതിയിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 454 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യന് ചുറ്റും ഉണ്ടായിരുന്ന സൗരവാതക പടലങ്ങൾ, ദാറ്റ് ഈസ് സോളാർ നെബുല, ഉറഞ്ഞു കൂടി, അതായത് അക്രേഷൻ വഴിയാണ് ഭൂമി ഉണ്ടായതെന്ന് ഒരു പക്ഷം പറയുന്നു. അക്കാലത്ത് ഭൗമാന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനം പുറത്തെത്തിരുന്ന വാതകങ്ങളാകാനാണ് തരമെന്നും പറയുന്നു. അതിൽ പ്രാണവായുവിന്റെ അളവ് തീരെ ഇല്ലായിരുന്നു. അതിലുണ്ടായിരുന്ന മറ്റ് വാതകങ്ങളാകട്ടെ ഇന്ന് കാണുന്ന മട്ടിലുള്ള മനുഷ്യനടക്കമുള്ള മിക്കവാറും എല്ലാ ജീവിവർഗങ്ങൾക്കും ഹാനികരവുമായിരുന്നു. അതിഭീമങ്ങളായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ശൂന്യാകാശത്ത് നിന്ന് ധാരാളമായി വീണുകൊണ്ടിരിക്കുന്ന അന്യവസ്തുക്കളും കാരണം ഭൂമിയുടെ ഭൂരിഭാഗം, അതായത് ഉൾഭാഗവും ഉരുകി തിളച്ചു കിടന്നിരുന്നു. 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. അത്യുഗ്രൻ ഉൽക്കപാതമാണ് ഭൂമിയുടെ ഭ്രമണാക്ഷം ചരിച്ചതെന്നാണ് പറയുന്നത്. നാം പറയുന്നില്ലേ, അച്ചുതണ്ടിൽ ഭൂമിയുടെ ഗ്ലോബിന്റെ ഒക്കെ ചിത്രം കാണുമ്പോൾ ഭൂമി നേരെയാണ് ഇരിക്കുന്നത്. അല്ല, ഇങ്ങനെ ചെറിയ ചരിവുണ്ടല്ലേ, അതാണ് പറയുന്നത്. ഒരു അത്യുഗ്രൻ ഉൽക്കപാതമാണ് ഭൂമിയുടെ ഭ്രമണാക്ഷം ചരിച്ചതും എന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്ന് വലിയൊരു ഭാഗം അടർത്തി തെറിച്ച് വന്നതാണ് ചന്ദ്രൻ എന്നാ പറയുക. നമ്മുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമി തണുത്തുറയുകയും അതിന് ഉറച്ച ഒരു പുറംതൊട് ഉണ്ടാകുകയും ചെയ്തപ്പോൾ അതിന് പുറമെ ജലം സമൃദ്ധമാക്കാൻ തുടങ്ങി, ഫില്ലാകാൻ തുടങ്ങി. ഭൂമിക്ക് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മേൽ പഴക്കമുണ്ടെന്നാണ് പറയുക. പ്രപഞ്ചത്തിനോ അതിലും എത്രയോ കാണണം. അതുപോലെ 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഭൂമിയിൽ എന്തുണ്ട്? ദിനോസറുകളുണ്ട്. നാം കാണുന്നില്ലേ ജുറാസിക് പാർക്കും മറ്റുള്ളതൊക്കെ. 3 ലക്ഷം വർഷത്തിൽ കുറയാത്ത മനുഷ്യ ഫോസിലുകൾ പോലും നമ്മളുടെ പല ലൈബ്രറികളിലും ഉണ്ട്. 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ പോലും അതിന്റെ ഫോസിൽസ് നാം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ശാസ്ത്രങ്ങളുടെ കണ്ടെത്തലുകളുമായി ബൈബിളിലെ പ്രപഞ്ച വിവരണങ്ങൾ ഒത്തുപോകുന്നതായി അനുഭവപ്പെടുന്നില്ല. നമ്മൾക്ക് ആദത്തിന്റെ കാലഘട്ടവും പ്രപഞ്ച സൃഷ്ടിയുടെ കാലഘട്ടവും ബൈബിളിലെ തലമുറകളുടെ കാലഘട്ടവുമായി നോക്കാം. അതായത് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, തലമുറകൾ ആദ്യമായി ഇങ്ങനെ പോകുന്ന ഓരോരുത്തർ മക്കളുടെ ഒരു അവസാനം ക്രിസ്തുവിലെത്തുന്നു. ആ ഒരു തലങ്ങളിൽ നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ എങ്ങനെയാകും എന്ന് നോക്കാം. വെറും 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായതും ഏദൻ തോട്ടം ഉണ്ടായതും ആദവും ഹവ്വായും ഉണ്ടായതും എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിളിലെ പ്രപഞ്ച സൃഷ്ടി വഴി കണക്കുകൾ നോക്കിയാണെങ്കിൽ അറിയുന്നത്. കോടാനുകോടി വർഷങ്ങൾ എടുത്താണ് ഭൂമി ഇതുപോലെ ആയതെന്ന് നമ്മൾക്ക് അറിയാം. ഇന്നത്തെ LKG കുട്ടികൾക്ക് പോലും അതറിയാം. അപ്പൊ നമ്മുടെ വിശ്വാസം നമ്മൾ അവരെ അടിച്ചേൽപ്പിച്ച് ഇതാണ് ശരി എന്ന് പറഞ്ഞ് കോപ്പർനിക്കസിന്റെ വാദങ്ങളെ എതിർക്കുകയല്ല. അങ്ങനെ ഒത്തിരി പേര് ഇതുപോലെ ഈ ഒരു വിവരണവുമായി തട്ടിച്ച് നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, നഷ്ടമായിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ സഭ പശ്ചാത്തപിച്ചുകൊണ്ട് അവരുടെ എല്ലാം ശാസ്ത്ര വിഷയങ്ങളെ, ശാസ്ത്രമായ കണ്ടെത്തലുകളെ അംഗീകരിച്ചിട്ടുണ്ട്. കാലങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ പ്രപഞ്ച സൃഷ്ടി
6 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയായതാണ് ബൈബിളിൽ പറയുന്നത്. അതായത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം അങ്ങനെയാണ് പറയുന്നത്. ദിവസങ്ങൾ പോലും എന്നാണ് കണ്ടുപിടിച്ചത്? ഒക്കെ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ ദിവസങ്ങൾ 24 മണിക്കൂർ ദിവസമായി നാം കാണുന്നത് യഹൂദ പാരമ്പര്യം അനുസരിച്ച സന്ധ്യ മുതൽ സന്ധ്യ വരെ എന്ന ശൈലി കാണുന്നത് കൊണ്ടാകാം. അതിൽ പറയുന്നത് എന്താണ്? അങ്ങനെ സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം, 2-ാം ദിവസം അങ്ങനെ പറയാറില്ലേ? എന്തുകൊണ്ടാണ് സന്ധ്യ വരുന്നത്? ഒരു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ്. ക്രൈസ്തവരും അങ്ങനെയാണ്. നമ്മൾ നോമ്പ് തുടങ്ങുന്ന എവിടെയാണ്? സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ്. ഇപ്പൊ ഈസ്റ്ററിന്റെ നോമ്പ് തീരുന്ന എപ്പോഴാണ്? ഉയർപ്പ് ശനിയാഴ്ച സന്ധ്യക്കാണ്. പെരുന്നാളിലെ നോമ്പ് തുടങ്ങുന്നത് എപ്പോഴാണ്? കരിക്കുരി പെരുന്നാളിന്റെ രാവിലെ അല്ലല്ലോ, സന്ധ്യ മുതലാണ്. അത് സീറോ മലബാർ സഭ അങ്ങനെയാണ് ചെയ്യുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ ആ ദിവസങ്ങളെ ഓരോ യുഗങ്ങളാക്കുന്നുണ്ട്. സങ്കീർത്തനം 94 ബൈബിൾ വചനം അനുസരിച്ച് ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെ എന്നാ പറയുന്നത്. 2 പത്രോസ് 3-ാം അധ്യായം 8-ാം വാക്യത്തിലും അത് തന്നെയാ പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ഓരോ ദിവസങ്ങളെയും ഓരോ യുഗങ്ങളായി കണക്ക് കൂട്ടാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളാകാം ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടും ഈ തരത്തിൽ ആയിട്ടുള്ളതും. സൃഷ്ടികർമ്മം പല മതങ്ങളിലും കാണാവുന്നതാണ്. ഏത് മതങ്ങൾക്കും പ്രപഞ്ചത്തിന്റെ ആരംഭം അവയുടെ മതഗ്രന്ഥങ്ങളിൽ അനിവാര്യമായി തന്നെയാണ്. അനുയായികൾ അതേപ്പറ്റി അന്വേഷണം തീർച്ചയായും ഉണ്ടാകും. ഒരു കുഞ്ഞ് വളരും തോറും മമ്മിയോട് അന്വേഷിച്ചു തുടങ്ങും, ഞാൻ എങ്ങനെയുണ്ടായി, ഞാൻ എങ്ങനെ വന്നു എന്നൊക്കെ. ആയതിനാൽ പല മതങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും കാണും. യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി ഒന്നു തന്നെയാണ്. പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്ന നിയമങ്ങളുടെ 5 ഗ്രന്ഥങ്ങൾ ആണ്. യഹൂദർക്ക് തോറ എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്. യഹൂദ മതത്തിൽ നിന്നാണ് ക്രൈസ്തവ മതം വന്നതെന്ന് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. ബൈബിളിലെ സൃഷ്ടികർമ്മത്തെ പറ്റിയുള്ള വിവരണം മെസൊപ്പൊട്ടാമിയയിൽ നിലനിന്നിരുന്ന ഒരു പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയാ പറയുക. എനിമ എലീഷ് എന്ന് പറയുന്ന ദൈവങ്ങളോട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. അതിനെപ്പറ്റി ഞാൻ വിശദമായി പറയുന്നില്ല. കാനാൻകാരുടെയും സൃഷ്ടിപുരാണങ്ങളിലും അങ്ങനെയാണ്. ഉഗാരിറ്റിക് എന്ന ആ ഒരു തരത്തിലാണ്. ഇവയുമായി ചില സാമ്യതകൾ നമ്മളുടെ പ്രപഞ്ച വിവരണത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2 വിവരണങ്ങളാണുള്ളത്. ആദ്യത്തേത് പ്രപഞ്ച സൃഷ്ടിയും രണ്ടാമത്തത് മനുഷ്യ സൃഷ്ടിയാണ്. എന്തേ 2 എണ്ണം അതിൽ വന്നു? അതിന് പാരമ്പര്യങ്ങളുമായി ബന്ധമുണ്ട്. പാരമ്പര്യങ്ങളെ പറ്റി പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്. പാരമ്പര്യം മീൻസ് ഈ ബൈബിൾ രചനയ്ക്കുള്ള പാരമ്പര്യങ്ങളെ പറ്റിയാണ് അതുള്ളത്. ആദ്യത്തേത് പുരോഹിത, അതായത് പി പാരമ്പര്യമാണ്. രണ്ടാമത്തെ യാവസ്റ്റിക് പാരമ്പര്യമാണ്. ഈ 2 പാരമ്പര്യങ്ങളിലുള്ള സൃഷ്ടി വിവരണങ്ങളാണ് 2ആക്കി വന്നത്. ആദ്യത്തേതിൽ വന്നതും രണ്ടാമത്തേതിൽ 1-ാം അധ്യായത്തിൽ വരുന്നതും പിന്നെ തുടർന്നുള്ള അധ്യായങ്ങളിൽ വരുന്നതും അതാണ്. 4 പാരമ്പര്യങ്ങളാണ് പഞ്ചഗ്രന്ഥ രചനകളിൽ സ്വാധീനിച്ചിട്ടുള്ളത്. മോശയാണ് ഈ 5 ഗ്രന്ഥങ്ങൾ എഴുതിയതെന്ന തെളിവുകൾ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നിരത്താവുന്നതാണ്. പല ബൈബിൾ പണ്ഡിതന്മാരുടെയും കണ്ടെത്തലുകളിൽ പുരോഹിത പാരമ്പര്യവും യാവസ്റ്റിക് പാരമ്പര്യവും കൂടാതെ യെലോസ്റ്റിക്, ഡ്യൂട്രോണമിസ്റ്റ് എന്നിങ്ങനെ 4 പാരമ്പര്യങ്ങളും അതായത്
സോഴ്സുകളുടെയും സ്വാധീനം ഈ ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. PJED ഈ 4 രീതിയിലാണ്, ഷോർട്ട് ഫോമിലാണ് ഈ 4 പാരമ്പര്യങ്ങളും അറിയുന്നത്. കോളുകളിൽ പറഞ്ഞ ദൈവം 1-ാം ദിവസം പ്രകാശത്തെയും 4-ാം ദിവസത്തെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ചതിനെ പറ്റി ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഞാൻ നൽകിയത് പോലും ടഫാണ് മനസ്സിലാക്കാൻ. ബൈബിൾ പണ്ഡിതന്മാരും ശാസ്ത്ര ഗവേഷകരും പഠിക്കുകയും അറിയുകയും നോക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള പഠനങ്ങളെയാണ് ഞാൻ വെറും 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. അപ്പൊ അതിൻ്റെതായ ടഫുണ്ട്. അടുത്തതും കൂടി ഇതിനോടൊപ്പം തരികയാണെങ്കിൽ 1:4, 2:5, 3:6 ആ അനുപാതം ഞാൻ റേഷ്യോ നിങ്ങൾക്കായി തരികയാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചാലും അവിയൽപരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അല്പം മുമ്പ് നൽകിയത് കാണുക, കേൾക്കുക, അതിനെപ്പറ്റി സൃഷ്ടി വിവരണത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും വ്യതിയാനമോ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തതാണ് ഞാൻ ഇത് തമ്മിലുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും വെളിച്ചവും സൂര്യനും തമ്മിലുള്ള ആ വ്യത്യാസം എന്താണെന്ന് പറയാനുള്ളത്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.